Good morning, all. Welcome to Human Resource Management. തേർഡ് സെമസ്റ്റർ BCom ക്ലാസ്സുകളിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പുതിയ പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു തിയറി പേപ്പർ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സെമസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടെയാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് പേപ്പറിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള പേപ്പർ കൂടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളതും. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ ടോട്ടലി ആയിട്ട് നമുക്കിവിടെ 6 ചാപ്റ്റേഴ്സാണുള്ളത്. 5 മൊഡ്യൂളായിട്ട് 6 ചാപ്റ്ററുകളായിട്ടാണ് ഇതിലുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ സ്കോപ്പ് എന്നീ കാര്യങ്ങളോടാണ് ഒന്നാമത്തെ ചാപ്റ്റർ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ആ ഒരു ടേം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയും. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവ്, അല്ലെങ്കിൽ എന്താ നമുക്കറിയാം മനുഷ്യ സമ്പത്ത് എന്നൊക്കെ പറയൂലേ. ഇപ്പം മനുഷ്യ സമ്പത്തും മനുഷ്യൻ്റെ കഴിവ് എന്നൊക്കെ പറയുമ്പം ഒരാളുടെ അറിവ്, ഒരാളുടെ നോളജ്, ദെൻ അയാളുടെ സ്കിൽസ്, ദെൻ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നിവ എല്ലാം നമ്മൾ ഇതിൽ വരും, ഒരു ഹ്യൂമൻ റിസോഴ്സിൽ വരും. അപ്പോൾ എന്താണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഫോമിനകത്ത് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഭാഗമാണ് ശരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ടേമാണ്. കുറേ മുന്നേ നമുക്കിവിടെ ഈ ഒരു സംഭവത്തെ നമുക്ക് എന്ത് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു സംഭവമായിരുന്നു മുന്നേ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇത് ഇവിടെ അടുത്ത് പുതിയൊരു ട്രെൻഡായിട്ട് കടന്നു വന്നിട്ടുള്ളതാണ്. അമേരിക്കയിൽ 50 വർഷത്തോളമായിട്ട് ഈ ഒരു സംഭവം ഈ ഒരു ടേമിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക വെച്ചാൽ എച്ച് ആർ എം എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത്. HR ഈസ് റിലേറ്റീവ്ലി എ ന്യൂ ടേം എമേർജ്ഡ് ഡ്യൂറിങ് 1970. 1970-കളിലാണ് എന്ത് വന്നത്, ഈ ഒരു HR എന്നുള്ള ഈ ഒരു ടേം വന്നിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പുതിയൊരു ടേമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ആൾട്ടർനേറ്റീവ് നെയിം ഫോർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താ വെച്ചാൽ എന്താണ്, ഒരു പേഴ്സണൽ ഒരു വ്യക്തിയെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അഡ്മിനിസ്ട്രേഷൻ. അതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നമുക്കതിനെ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു വ്യക്തിയെ, ഒരു പേഴ്സൺ, ശരിക്കും ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, സിംഗിൾ വ്യക്തിയെ നമുക്ക് പറയാൻ പറ്റും. അവരെ ഏത് രീതിയിലാണോ മാനേജ് ചെയ്യുന്നത് ആ സംഭവത്തെയാണ് ശരിക്കും ഇവിടെ നമുക്ക് HR എന്നുള്ളത് പറയുന്നത്. അപ്പോൾ HR മറ്റൊരു പേര് നമുക്ക് എന്ത് പറയാൻ പറ്റും, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ദെൻ ഹ്യൂമൻ റിസോഴ്സസ് ആർ ലൈവ്ലി എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇപ്പം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആ ഓർഗനൈസേഷൻ്റെ ഓവറോൾ വർക്കിങ്ങിൽ ഒരു 50-60% എബോവ് ഡെയിലി വർക്കിങ്ങിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനാവും അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ വർക്കേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫിനെ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ഥിരമായിട്ട് അവരെ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്തില്ല, ഒരു നിലനിൽപ്പുണ്ടാവില്ല, ആ ഫേം ഒരു സക്സസ് ആയി മാറില്ല. അപ്പോൾ എന്താണ് അടുത്ത നെക്സ്റ്റ് നോക്കുക, മോഡേൺ ബിസിനസ് കാനോട്ട് അച്ചീവ് സക്സസ് വിത്തൗട്ട് ദെയർ ഇൻവോൾവ്മെൻറ്റ്. ഇപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ഈ ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരിക്കലും അതിന് എന്ത് കഴിയില്ല, ഒരു വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് തന്നെ നമ്മളിവിടെ നമുക്ക് പഠിക്കാനുള്ളതും നമുക്ക് മനസ്സിലാക്കാനുള്ളതും. ദെൻ സോ ദർ ഈസ് എ നീഡ് ടു മാനേജ് ദം പ്രോപ്പർലി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യൽ എന്താണ് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഫേമിനകത്ത് ചിലപ്പോൾ പല കഴിവുകളുള്ള ആളുകളുണ്ടാവും, പല രീതിയിലുള്ള ആളുകളുണ്ടാവും, പല സ്വഭാവമുള്ള ആളുകളുണ്ടാവും. ഇവരെല്ലാം ഒരേ രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ആ ഒരു ഫേം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ പ്രശ്നം എന്താ വെച്ചാൽ പലരും പലരുടെ വഴിക്ക് പോയിട്ട് ആ ഫേം എന്ത് ചെയ്യും, ഫ്ലോപ്പായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എന്താണ് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്
ഒരു പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഫോം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഫോമിൻ്റെ അകത്ത് ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്, വർക്കേഴ്സിനെ. ഇവിടെ നോക്കാം, നമുക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ബിറ്റ്വീൻ സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു പൊട്ടിപ്പോയ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പായി പോയ ഒരു ബിസിനസ് ഫേമിനെ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ് ഫേമിനെ എടുത്ത് നോക്കിയാലും നമുക്ക് ശരിക്കും ആ എച്ച് ആർ എം അവിടെ മാനേജ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണ്. അപ്പോൾ അവർ ഒരു സക്സസ്ഫുള്ളായ ആ ഒരു ഫേം വളരെ നല്ല രീതിയിൽ അവിടുത്തെ എച്ച് ആർ എമ്മിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ ആ സക്സസ്ഫുൾ ഫെയിലായി പോയിട്ടുള്ള ആ ഫേമിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സംഭവത്തിൽ ശരിക്കും അവിടുത്തെ എച്ച് ആർ എമ്മിൽ നല്ല ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ലീഡേഴ്സ് ഓഫ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ആർ ഫൗണ്ടഡ് ടു സ്പെൻഡ് മോർ ദാൻ 50% ഓഫ് ദെയർ ടൈം ഇൻ ദി അസസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേമിൻ്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് എന്ത് ചെയ്യും, ശരിക്കും അവിടുത്തെ അവരുടെ ആ ഒരു ഡെയിലി ലൈഫിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദിവസത്തെ സമയത്തിൽ 50% എന്തിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ആക്കുക, ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കും. അവിടുത്തെ ആളുകൾ ഹ്യൂമൻ റിസോഴ്സിനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരുത്താൻ, അവിടുത്തെ സെലക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടുത്തെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലീഡേഴ്സും അവരുടെ സമയം സ്പെൻഡ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ടേം ഒരു പുതിയ ടേമാണ്. കുറേ മുന്നേ 1970 വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒന്നുമില്ല. ആ സമയത്തൊക്കെ നമുക്കിതിനെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നുള്ള ടേമിലൂടെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതിനെ നമുക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ടേമിലും അല്ലെങ്കിൽ ആ ഒരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് നോക്കാം. വാട്ട് ഈസ് എച്ച് ആർ എം, എന്താണ് എച്ച് ആർ എം എന്നുള്ളത്. ഇപ്പോൾ എച്ച് ആർ എമ്മിൻ്റെ ഒരു മീനിങ് ചെറുതായിട്ട് മാനേജിങ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഇപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഈ ഒരു ഫോമിനകത്ത് വർക്ക് ചെയ്യുന്ന പീപ്പിൾസ് അവരുടെ വർക്കിനെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതിപ്പോൾ ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ ശരിക്കും എച്ച് ആർ എം എന്നുള്ളതിനെ കൊണ്ട് സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കുക, മാനേജിങ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഇപ്പോൾ നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ എന്ത് ചെയ്യുക, ആളുകളുടെ ആ ഒരു ജോലിയുടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വർക്കിങ്ങിനെ അതിനെന്ത് ചെയ്യുക, ഒരു ഫേമിനകത്തുള്ള ആ ഒരു വർക്കിങ്ങിനെ നേരിട്ടോ നേരിട്ടല്ലാതെയോ അതിനെ മാനേജ് ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യുന്നതിനാണ് എച്ച് ആർ എം എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക് എന്ന് നമുക്കവിടെ പറഞ്ഞു കൊടുക്കാം. എന്താണ് ആ ഒരു ആളുകൾ എന്ത് ചെയ്യുക, ജോലി സ്ഥലത്ത് അതിനെ മാനേജ് ചെയ്യുന്നതിനാണ് എച്ച് ആർ എം എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. അപ്പം മീനിങ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ്. ദെൻ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ നോക്കാം. ഡെഫിനിഷൻ ഇവിടെ പറയുമ്പോൾ വെച്ചാൽ എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്ന ഒരു ഡെഫിനിഷനാണ്. എച്ച് ആർ എം ഡിഫൈൻഡ് ആസ് ദി പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് procurement, development, compensation, integration, maintenance and reproduction of human resources to end that individual organizational and social objectives are established. ഇപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞില്ലേ, ഈ സംഭവം തന്നെയാണ് നമുക്ക് എവിടെ വരാനുള്ളതോ, ഇതിൻ്റെ ഫങ്ഷൻസിൽ വരാനുള്ളതും ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരാനുള്ളതും. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു മനുഷ്യനുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ടോ, കഴിവുകളുണ്ടോ, അല്ലെങ്കിൽ അവന് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതിനെ എല്ലാം വളരെ നല്ല രീതിയിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, ദെൻ കൺട്രോളിങ്, നമ്മളെ ആ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു മനുഷ്യനുള്ള കഴിവുകളെ അതിനെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഒരു ഫോമിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിന് തന്നെയാണ് ഇവിടെ എന്തും പറയുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പോയും എച്ച് ആർ എമ്മിന് നമുക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനും വരാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ഒരു ഭാഗം ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറയണം. ഫീച്ചേഴ്സ് ഓഫ് എച്ച് ആർ എം, എന്താണ് എച്ച് ആർ എമ്മിനുള്ള സവിശേഷതകൾ എന്നുള്ള കാര്യത്തിലേക്കൂടെ നമുക്കൊന്ന് കിടക്കണം. അതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വെച്ചാൽ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഫങ്ഷൻ. ശരിക്കും എന്താണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ തന്നെ അല്ലേ.
മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് അതിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാക്കി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സെക്കൻഡ് വൺ, കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമഗ്രമായ എന്ന് പറയാം. നമുക്കെന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അത് അത്രയും ഒരു എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്ന സംഭവമല്ല. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ലെവലിലും ഓൾ ലെവലിൽ അത് വർക്കൗട്ട് ആവുന്ന ഒരു സംഭവമാണ് ഇത് കോംപ്രിഹെൻസീവ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അഥവാ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ. ദെൻ തേർഡ് വൺ, ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെയും അതുപോലെ തന്നെ അതിലുള്ള ഓരോ വ്യക്തിയെയും എടുത്തുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്താണ് ചിലപ്പം ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഫേമിനകത്ത് ഒരു 50 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ 50 ആളുകളോട് പറയേണ്ട കാര്യങ്ങളുണ്ടാവും. ദെൻ അതുപോലെ തന്നെ 50 നിന്ന് ഓരോ ആളുകൾ എടുത്തിട്ട് അവരോടുത്ത് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെടുത്ത് അവരുടെ ജോബ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവാം. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ അവിടെ നടക്കുന്നുണ്ട്. എവറി എംപ്ലോയി ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. അവിടെ എന്താണ്, ഓരോ എംപ്ലോയിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഇൻഡിവിജ്വൽ ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ആക്ഷൻ ഓറിയൻറ്റഡ്. ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു നമുക്കൊരു ഇതാണ് സംഭവം. ഇറ്റ് ഈസ് ഇവിടെ നോക്കാം, all the activities are undertaken to solve personal problem to achieve both organization and personal objective. ഇവിടെ എന്താണ്, ഇത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഫേമിനകത്തുള്ള ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ആ ഒരു ഫേമിനകത്തുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്ന് ഫേമിനുള്ള ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനും വേണ്ടിയിട്ടും എന്ത് ചെയ്യും, അത് പ്രശ്നങ്ങൾ വരെ എല്ലാ പ്രശ്നങ്ങളും അത് പരിഹരിച്ചുകൊണ്ട് അത് തീർത്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് വെച്ചാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അഞ്ചാമത്തത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഈ ഒരു HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഫേമിൻ്റെ ഓവറോൾ വർക്കിങ്ങിൽ ഒരു അത്രയും പ്രധാനപ്പെട്ട ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇത് HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് അത്, ആ ഒരു പ്രോസസ്സ് ഒരു ഫേമിൽ ആ ഒരു സ്റ്റാഫിനെ നിയമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിന് വർക്ക് ഏൽപ്പിച്ചത് കൊണ്ടോ അത് അവസാനിക്കുന്നില്ല. അതെന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ തുടർച്ചയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഇനി ഒരു സ്റ്റാഫ് ആ ഫേമിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റാഫിനെ വെച്ച് കൊടുക്കുക. ദെൻ ആ സ്റ്റാഫിനുള്ള ട്രെയിനിങ് കൊടുക്കുക, ആ സ്റ്റാഫിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ ഇനി പുതുതായി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാഫിന് വേണമെങ്കിൽ അതിനുള്ള സെലക്ഷൻ നടത്തുക. ഇങ്ങനെ എന്താണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിനെന്തില്ല, ഒരു അവസാനമില്ല. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പോൾ എന്താ വെച്ചാൽ HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ എന്താണ്, ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ റിസോഴ്സിന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെവലപ്മെൻറ്റ് വരുത്തുന്നുണ്ട്, വീണ്ടും ഡെവലപ്മെൻറ്റ്സ് വരുത്തുക. കാരണം വെച്ചാൽ അവർക്ക് വേണ്ട ട്രെയിനിങ്, അവർക്ക് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫോമിനകത്ത് കൊടുത്ത് ഓർഗനൈസേഷനകത്ത് കൊടുത്ത് എന്ത് ചെയ്ത് അവരുടെ നിലവിലുള്ള അവരുടെ റിസോഴ്സ് എന്താണോ ആ റിസോഴ്സിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുണ്ട്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സഹായകമാകുന്നുണ്ട്. ഓക്കെ. ദെൻ സെവൻത്ത് വൺ പറയുക വെച്ചാൽ പെർവേസീവ് ഇൻ നേച്ചർ. പെർവാസീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞതാണ് അതൊന്നായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു ചെറിയൊരു സംഗതിയിൽ മാത്രം കിടക്കാതെ അതൊന്നാകെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എന്തിനു പറയുന്നത്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ പറയുന്നത്. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വർക്കൗട്ട് ആവുന്ന സംഭവമാണ്. ഒരിക്കലും ഒരു ബിസിനസ് ഫേമിനെ മാത്രം സംബന്ധിച്ച കാര്യങ്ങളല്ല. ഏതെല്ലാം ആ സ്ഥലത്ത് ആളുകളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ആ ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഫോം അല്ലാതെ നമുക്ക് എന്താ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആണെങ്കിൽ അതിലെടുത്ത് നോക്കാം. ദെൻ ഒരു ഹെൽത്ത് കെയർ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എന്ത് പെർവാസീവ് ഇൻ നേച്ചർ, അഥവാ അതെന്താണ് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്വഭാവമുള്ള സംഭവമാണ് ഇത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ള വെച്ചാൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. 8th വൺ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. എന്താണ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സഹായകമാകും. അല്ലെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദി ഫ്യൂച്ചർ ബൈ പ്രൊവൈഡിങ് കോമ്പിറ്റൻറ്റ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഒരു
നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത എംപ്ലോയീസിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേമിന് അതിന് എന്താണോ അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും എന്തിനെ കൊണ്ട് സഹായകമാകും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൊണ്ട് സഹായകമാകും. ദെൻ നമുക്ക് അടുത്ത ലാസ്റ്റ് പറയാമെന്ന് വെച്ചാൽ ന്യൂ ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് ആൻ ന്യൂ ഡിസിപ്ലിൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓഫ് എ റീസെൻറ്റ് ഒറിജിൻ. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ ദി ലേറ്റർ പാർട്ട് ഓഫ് 19th സെഞ്ച്വറി. ഇതൊരു പുതിയ ഒരു സംഭവം, അഥവാ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം എന്നുള്ളത് നമുക്ക് പറയാം. ഒരു പുതിയൊരു സംഭവമായിട്ട് നമ്മുടെ 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഒരു പുതിയ ടേമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത്, ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നും അതിൻ്റെ ഒരു ചെറിയ ഒരു തുടക്കം, അതിൻ്റെ ഇൻട്രൊഡക്ഷനും, ദെൻ അതിൻ്റെ മീനിങ്, ദെൻ ഡെഫിനിഷൻ ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്കിതിൻ്റെ സ്കോപ്പ്, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു.